ഹലോ മൈ ബ്യൂട്ടിഫുൾ പീപ്പിൾസ്. ഈ സാധനം എന്ന് പറയുന്നത് മുട്ടമാലയാണ്. മുട്ടയുടെ യോക്ക് അഥവാ മഞ്ഞ എടുത്തിട്ട് നമ്മുടെ പഞ്ചസാര സിറപ്പിലേക്ക് ഒരു പ്രത്യേക രീതിയിൽ പാറ്റേണിൽ ഇവരിങ്ങനെ ഉണ്ടാക്കിയെടുക്കും. നൂഡിൽസൊക്കെ പോലെ കാണാൻ ഭയങ്കര രസമാണ്. ഉണ്ടാക്കാൻ നല്ല എക്സ്പേർട്ടുള്ള ആൾക്കാരൊക്കെ പറ്റുള്ളൂ. ഇത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഭയങ്കരമായിട്ട് സൂക്ഷിച്ച് ഉണ്ടാക്കേണ്ട സാധനമാണ്. ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങളുടെ കുടൽമാല വരെ ഛർദ്ദിച്ച് പുറത്തേക്ക് പോകും. ഒരിക്കൽ എനിക്കങ്ങനെ പറ്റിയിട്ടുണ്ട്. അപ്പം വീട്ടിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ. കാരണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഫുഡ് പോയ്സൺ അടിക്കുന്നത് ഭയങ്കര പേടിയുമാണ് ഈ ഒരു സാധനം. അത് കഴിഞ്ഞിട്ട് നമ്മൾ സൽക്കാരം എന്ന് പറയുമ്പോൾ ഈ കല്ലുമ്മക്കായ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ്. നമുക്ക് ഈ തലശ്ശേരി കണ്ണൂർ ഭാഗത്തൊക്കെ വരുമ്പോൾ പിന്നെ ചിക്കൻ പൊരിക്കാറുണ്ട്. അപ്പം തന്നെ മുട്ടമാല റെഡിയാക്കിയിട്ട് ഇങ്ങനെ ടേബിളിൽ വെച്ചപ്പം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ എടുത്ത ഷോട്ടാണത്. ഈ മന്തി എന്ന് പറയുന്ന സാധനം പുറത്തുനിന്ന് വാങ്ങിച്ചാണ്, പുറത്തുനിന്ന് വന്നതുമാണ് അല്ലേ. ഇപ്പോൾ അടുത്തായിട്ടല്ലേ നമ്മൾ ഈ മന്തി കൾച്ചറൊക്കെ കാണുന്നത്. പക്ഷേ എനിക്കിഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗസ്റ്റിന് ഫുഡൊക്കെ സെർവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ കിങ് ഫിഷ് അഥവാ അയക്കൂറ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, നല്ല ഫ്രഷ് കിങ് ഫിഷിൻ്റെ ബിരിയാണി വീട്ടിലുണ്ടാക്കും. ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ ടേസ്റ്റ് ബഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ കഴിച്ച ആ ഫുഡ്, ആ നൊസ്റ്റാൾജിക് ഫീല്, ആ ഒരു അരോമ ഫ്ലേവറൊക്കെ നമ്മൾ പിന്നീട് കഴിക്കുമ്പോഴും പിന്നെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നമുക്ക് അത് കണക്റ്റ് ആവുന്നത് കൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റ് തോന്നും. ഇപ്പം മന്തിക്കില്ലാത്ത ഒരു സുഖം അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഈ ഫിഷ് ബിരിയാണി കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മന്തി ഞാൻ എടുത്തില്ല, ഫിഷ് ബിരിയാണി മാത്രമേ എടുത്തുള്ളൂ. ഡയറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. ഡയറ്റിൻ്റെ വഴിക്കും ഫുഡിൻ്റെ വഴിക്കും പോട്ടെ. സീ ഓൾ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ